വെറും 26 വയസ്സ് മാത്രം പ്രായമുള്ള വിവാഹിതനും 2 പിഞ്ചുമക്കളുടെ പിതാവുമായ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ആ യുവാവിനെ മരണം തട്ടിയെടുത്തത് നിമിഷ നേരം കൊണ്ടാണ്. അതും സുഹൃത്തുക്കളുടെ കൺമുന്നിൽ വെച്ച്. അശ്രദ്ധ വരുത്തിവെച്ച ഒരു ദുരന്തമെന്നല്ലാതെ ഇതിനെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല. വീട്ടിലെത്തുമ്പോൾ അച്ഛനെയും കാത്ത് പുഞ്ചിരിക്കുന്ന മുഖമായി നിൽക്കുന്ന ആ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഇത്തരത്തിലുള്ള സാഹസങ്ങൾ ഒഴിവാക്കാമായിരുന്നു. വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് ബോർഡുകളെല്ലാം അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചാണ് അവർ ആ വനപ്രദേശത്തേക്ക് എത്തിയത്. ശിങ്കാരിമേളം കലാകാരന്മാരായ 4 സുഹൃത്തുക്കളും ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് യാത്ര തിരിച്ചത് പാലക്കാട് പയ്യലൂരിനടുത്തുള്ള തെന്മലയിലെ വെള്ളരിമേട് വെള്ളച്ചാട്ടം കാണാനായിരുന്നു. കൊല്ലങ്കോട് നണ്ടൻകിഴായ്ക്ക് സമീപം കുതിരോട്ടുകൊളുമ്പ് വീട്ടിൽ ചന്ദ്രന്റെ മകനായ സജീഷ്, കൂട്ടുകാരായ സതീഷ്, സജീഷ്, വിഷ്ണു, ജയേഷ് എന്നിവരോടൊപ്പമാണ് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തിയത്. മലയടിവാരത്തു നിന്നും 2 കിലോമീറ്ററിലേറെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് എത്താൻ. തുടർന്ന് വെള്ളച്ചാട്ടത്തിൽ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഉല്ലസിക്കുകയുമായിരുന്നു. എന്നാൽ ഇതിനിടെ സുഹൃത്തുക്കളുടെ റീൽസ് എടുക്കാനായാണ് സജീഷ് വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള പാറപ്പുറത്ത് കയറിയത്. അവിടെ നിന്നും വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ കാൽവഴുതി 30 അടിയോളം താഴ്ചയുള്ള പാറയിലേക്ക് തലയടിച്ച് വീഴുകയായിരുന്നു. സജീഷിന്റെ സുഹൃത്തുക്കൾക്ക് പക്ഷേ ആ കാഴ്ച കണ്ടു നിൽക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ സജീഷിനെ പിന്നീട് സുഹൃത്തുക്കൾ ചേർന്ന് കുറേ ദൂരം ചുമന്ന് താഴേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇതിനിടെ അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തുകയും തുടർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി താഴെ ഇറക്കിയ ശേഷം ആംബുലൻസിൽ നെന്മാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും യുവാവിന്റെ മരണം സംഭവിച്ചിരുന്നു. സമാനമായി കഴിഞ്ഞ വർഷവും ഇവിടെ ഒരു യുവാവ് മരണപ്പെട്ടതാണ്. മഴക്കാലത്ത് ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നത്. വനത്തിനകത്ത് അനധികൃതമായി പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലരും അത് ലംഘിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. മീനാക്ഷിയാണ് മരണപ്പെട്ട സജീഷിന്റെ ഭാര്യ. ആദിഷ്, അവനീഷ് എന്നിവർ മക്കളുമാണ്. സംഭവത്തിൽ കൊല്ലങ്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.